ഒരു 10 കോഴിയെ വളർത്തുന്ന കൂടിൻ്റെ എക്സ്പെൻസ് പോലും ഇല്ല ഇത്രയും കോഴിയെ വളർത്താനായിട്ട്. കാരണം ഇത് നെറ്റാണ്, വേറെ ഒരു ഗ്രീൻ നെറ്റ് അടിച്ചിരിക്കുകയാണ്. ഫുഡിന് വേസ്റ്റ് ഇല്ല, നമുക്ക് ചിലവില്ല. ഇത് പച്ചക്കറി വേസ്റ്റാണ്, പിന്നെ ഫ്രൂട്ട്സ് കടയിൽ നിന്ന് വേസ്റ്റ് എടുക്കുന്നുണ്ട്. മിനിമം ചിലവിൽ നമ്മൾ വളർത്തുകയാണ്. ഞാൻ കുറേ കാലം ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേനും വെറുതെ ഇരുന്ന് പറമ്പിൽ കൂടെ തന്നെ നിന്ന് ഇവിടെ മുഴുവൻ കാടും കയറി കിടക്കുകയായിരുന്നു. റബ്ബറിന് വിലയില്ലായിരുന്നുകൊണ്ട് അത് വെട്ടാതെ കിടക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഇത് ഓരോ പ്രാവശ്യവും നമ്മൾ പടിയാരെ നിർത്തി ഇത് പറപ്പിക്കണം. എന്നാൽ പിന്നെ ഇച്ചിരി ആടോ കോഴിയോ എന്തെങ്കിലും പോത്തിനെയൊക്കെ തുടങ്ങിയേക്കാമെന്ന് കരുതി. അപ്പോൾ പോത്തിനെ മേടിച്ച് കൊണ്ട് കെട്ടി പറമ്പ് ഒരുമാതിരിയൊക്കെ വലിയ കാടുകളൊക്കെ തെളിഞ്ഞു. അപ്പം പിന്നെയും പുല്ല് കിളുത്ത് വരുന്നുണ്ട്. എന്നാൽ പിന്നെ 2-3 ആടിനെ മേടിച്ചേക്കാമെന്ന് കരുതി. ആടിന് വേണ്ടാത്ത പുല്ല് പിന്നെയും കിടക്കുക, പോത്തിനും വേണ്ട, വേണ്ടാത്തത് ആട് തിന്നു, ആടിനും വേണ്ട, ബാക്കി പിന്നെയും കിടക്കുക. അപ്പോൾ ഒരു കുറച്ച് കോഴിയെ മേടിച്ചു, അതിനകത്തിട്ടു. ഇപ്പോൾ പുല്ലേ ഇല്ല. ഇതാവുമ്പം ഇതിനെ അങ്ങ് അഴിച്ചു വിട്ടേക്കുക, അത് അവിടെ തന്നെ ആയി. അപ്പോൾ വളം മീഡിയയിൽ ഭയങ്കര ലാഭം. അപ്പോൾ പിന്നെ അന്നേരം എനിക്ക് തോന്നി അതിനകത്തോട്ട് ഇച്ചിരി പച്ചക്കറിയും കാര്യങ്ങളെല്ലാം കൂടെ വെക്കാതെ ഇത് ഒരു ടേം കഴിഞ്ഞ് അങ്ങോട്ട് മാറി കഴിയുമ്പോഴത്തേക്കും അതിനകത്തോട്ട് പച്ചക്കറി വെക്കും. എല്ലാം ആയി കഴിഞ്ഞപ്പോഴത്തേനും കോവിഡിൻ്റെ കാലമായി. അപ്പോൾ ഇതെല്ലാം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആർക്കും വേണ്ടതായിരുന്നു. ഡിമാൻഡ് ഉണങ്ങി കൊടുക്കുന്ന മഞ്ഞളിന് വിലക്കുറവാണ്, വിലക്കുറവാണ്. നമ്മൾ പൊടിയാക്കി പോകും.